തൃശൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി വന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. പന്നിത്തടം ജംഗ്ഷന് സമീപമാണ് സംഭവം. 10 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്നാലും ഏത് രീതിയിലാണ് അന്വേഷണം അടക്കം പുരോഗമിക്കുന്നത്? ഒരു വാഹന അപകടത്തോടെയാണ് വൻതോതിലുള്ള ലഹരിക്കടത്ത് പൊളിഞ്ഞത്. 18 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് ആണ് ഇവർ ആ പിക്കപ്പ് വാനിൽ കടത്തിയിരുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ഈ വാഹനം നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞത്. ഈ വാഹനം മറിഞ്ഞതോടെ ഈ വാഹനത്തിലുണ്ടായിരുന്ന 2 പേരും ചേർന്ന് ഈ വാഹനം മറിഞ്ഞ ആ ഗ്രൗണ്ടിന് സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് ഈ ഹാൻസ് ചാക്കുകൾ വലിച്ചെറിഞ്ഞു. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് വലിച്ചെറിഞ്ഞത്. ശേഷം ഇവർ അവിടെ നിന്ന് ഓടി പോയി എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. പിന്നീട് എരുമപ്പെട്ടി പോലീസ് ഈ അപകട വിവരം അറിഞ്ഞ സ്ഥലത്തെത്തി വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ ഹാൻസ് ചാക്കുകൾ സമീപത്തെ കാട്ടിൽ നിന്നും കണ്ടെത്തിയത്. 18 ചാക്ക് ഹാൻസ് ഉണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് എവിടേക്കാണ് കടത്തിക്കൊണ്ട് പോയിരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും എരുമപ്പെട്ടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പൊന്നാനി രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. കേച്ചേരി ഭാഗത്തു നിന്ന് ആണ് ഈ വാഹനം വന്നിരുന്നത്. ഈ രക്ഷപ്പെട്ട 2 പേർക്കും അതുപോലെ ഈ വാഹനത്തിന്റെ RC ഓണറെ കണ്ടെത്താൻ നമ്പർ വ്യാജമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാൽ കൂടി ആ നമ്പർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രദേശത്ത് CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ലഹരി പിടുത്തമാണ് പോലീസും അതുപോലെ എക്സൈസും ഉൾപ്പെടെയൊക്കെ നടത്തുന്നത്. എന്തായാലും ഇത് പിടിക്കേണ്ടി വന്നില്ല, വീണ് കിട്ടിയ ഒരു അവസരമായി പോയി. കാരണം ഈ അപകടം നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ലഹരി എത്തേണ്ടടുത്ത് എത്തുമായിരുന്നു. ഈ അപകടം നടന്നതോടെയാണ് ഇത്രയും വലിയൊരു ലഹരി ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം തന്നെ പുറം ലോകം അറിയുന്നത്. എന്തായാലും 18 ചാക്ക് ഹാൻസ് പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. രക്ഷപ്പെട്ടവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ എരുമപ്പെട്ടി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കാത്തു.